ഹായ് ഹലോ നമസ്കാരം. മലയാളി കുക്കിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് മട്ടൻ പായക്കറിയാണ്. അതായത് ആട്ടിൻകാല്. അതുകൊണ്ടാണ് നമ്മൾ ഇന്നൊരു കറി വയ്ക്കാൻ പോകുന്നത്. ഒരു രക്ഷയില്ല, നല്ല അടിപൊളി ടേസ്റ്റാണ്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിനും ഫാമിലിക്കൊന്നും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് സമയങ്ങളെ നേരെ വീഡിയോയിലേക്ക് പോയാലോ. ഇതിനായി ഞാനിത് ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ച് 250 ഗ്രാം മട്ടൻ കാലാണ്. അത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ കല്ലുപ്പാണ്. അത് നമുക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ക്രഷ് ചെയ്ത കുരുമുളക് പൊടിയാണ്. അത് നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. അത് ഇട്ട് കൊടുക്കാം. പിന്നെ പട്ട, ഏലക്ക, ഗ്രാമ്പു അത് ഓരോന്ന് വെച്ചിട്ട് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിനാവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാൻ ഇതിന് മുങ്ങി നിൽക്കുന്ന രീതിക്കാണ് ഞാൻ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്. ഇനി നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഓക്കെ, ഇനി ഞാൻ അതൊന്ന് അടച്ച് വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ ഒരു വിസിലും പിന്നെ മീഡിയം ഫ്ലെയിമിൽ ഒരു 6 വിസിലും വരുന്ന രീതിക്ക് നമുക്കൊന്ന് സെറ്റാക്കി എടുക്കാം. ഇതാണോ, കുക്കറിൻ്റെ വിസിലൊക്കെ വന്ന് സെറ്റായിട്ടുണ്ട്. ടോട്ടൽ 7 വിസിലാണ് അടിച്ചിരിക്കുന്നത്. നമുക്കൊന്ന് അതിൻ്റെ പ്രഷറെല്ലാം പോയ ശേഷം നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഓക്കെ, സെറ്റാണ്. നമുക്കൊന്ന് ഇളക്കി നോക്കാം. പിന്നെ ഓരോ സ്ഥലത്ത് ഇടുന്ന മട്ടൺ, പിന്നെ നിങ്ങൾ എടുക്കുന്ന കുക്കർ, അതിൻ്റെ വലുപ്പം, ഇതെല്ലാം ചിലപ്പോൾ വേവിൽ മാറ്റം വന്നേക്കാം. അപ്പോൾ അതുകൊണ്ട് വിസിലിൻ്റെ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. ഇതുണ്ടോ, കാലിലുള്ള ഇറച്ചിയൊക്കെ നല്ലപോലെ വെന്ത് സെറ്റായിട്ടുണ്ട്. ഓക്കെ, ഇത്രയും മതി. ഇനി ഒരു പാത്രത്തിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ച് കൊടുക്കാം. ഇനി ഒരു വലിയൊരു സവാള സ്ലൈസായി കട്ട് ചെയ്ത് അത് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഒരു 10 ചെറിയുള്ളി സ്ലൈസായി കട്ട് ചെയ്ത് അന്നും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഒരു 3 പച്ചമുളക് നടുവേ കട്ട് ചെയ്ത് അന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചത് അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 5 വെളുത്തുള്ളി അല്ലി ചതച്ചതാണ്. അത് നമുക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി 1/2 ടീസ്പൂൺ കല്ലുപ്പ് അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ എല്ല് വേവിക്കുന്ന സമയത്ത് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് അതിനനുസരിച്ച് കൊടുത്താൽ മതി. ഇനി കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ ഈ സവാളിൻ്റെയും ചെറിയുള്ളിൻ്റെയൊക്കെ കളർ മാറി വരുന്ന വരേക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഓക്കെ, ഇതാണോ, നമ്മുടെ സവാളയും ചെറിയുള്ളിയൊക്കെ കളർ മാറി സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, എരിവുള്ള മുളക് പൊടിയാണ്, അതൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ്, അത് ചേർത്ത് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാലയാണ്, അത് ചേർക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിയാണ്, അത് നമുക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ ഇതിൻ്റെ പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്ന വരേക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതാണല്ലോ, കളറൊക്കെ മാറി സെറ്റാണ്. ഓക്കെ, ഇത്രയും മതി. ഇനി അതിലേക്ക് വലിയൊരു തക്കാളി സ്ലൈസായി കട്ട് ചെയ്ത് അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. തക്കാളിയൊക്കെ നല്ലപോലെ ഒന്ന് വാടിക്കൊഴിഞ്ഞ് വരുന്ന രീതിക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതാണല്ലോ, ഓക്കെ, ഇതാണല്ലോ, സെറ്റാണ്. ഈ ഒരു ലെവൽ മതിയാവും. ഇനി നമ്മൾ വേവിച്ച് വെച്ചിങ്ങനെ ആട്ടിൻകാല് അത് നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, സെറ്റാണ്. ഇത്രയും മതി. ഇനി നമുക്കൊരു 3-4 മിനിറ്റ് നേരം ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. നല്ലപോലെ തിള വരുന്നുണ്ട്. ഓക്കെ, ഇതാ ഒരു 3 മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാനിതാ കുറച്ച് മല്ലിയിലയാണ്, അത് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഒരു ചെറിയൊരു തണ്ട് കറിവേപ്പില വെറുതെ ഒരു ചന്തത്തിന് അത് വെച്ച് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ മട്ടൻ പായക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങൾ ഈ രീതിയിൽ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ. വളരെ ടേസ്റ്റിയാണ്. മട്ടൻ കാലുകൊണ്ട് സൂപ്പ് മാത്രമല്ല, ഇതുപോലെ നല്ല പായക്കറി ഉണ്ടാക്കാൻ പറ്റും. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇതുപോലെ നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക, എന്തായാലും ഇഷ്ടമാവും. ഇതുപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക, അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള ഈസി റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. Thank you.